അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫ പറയുന്നൊരു സംഗതി, ഇമാം ബുഖാരി ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ 3000 ചില്ലാനം ഹദീസുകളാണ് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നിട്ട് മുസ്തഫ പറയുന്നത് ബാക്കിയുള്ളതൊക്കെ തള്ളപ്പെടേണ്ടതായിരുന്നു എന്നാണ് ബുഖാരി പറയണതെന്നാ. അങ്ങനെ ബുഖാരി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബുഖാരി പറഞ്ഞത് തൻ്റെ കയ്യിലുള്ള താൻ പഠിച്ചെടുത്തിട്ടുള്ള ലക്ഷക്കണക്കിന് ഹദീസുകളിൽ സഹീഹായത് മാത്രമേ ഞാൻ ഈ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളൂ എന്നാണ്. സഹീഹായിട്ടുള്ള ഹദീസുകൾ വേറെയും എൻ്റെ കയ്യിലുണ്ട്, അത് മുഴുവൻ ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല. ഇതിൽ ഉദ്ധരിച്ചത് സഹീഹ് മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് മുസ്തഫ ബാക്കിയൊക്കെ തള്ളപ്പെടേണ്ടതാണെന്ന് ബുഖാരി പറഞ്ഞു. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ബുഖാരിയുടെ ലക്ഷങ്ങളിൽ നിന്ന് അതിൻ്റെ ഇത്ര ശതമാനം എന്ന് പറയുന്നുണ്ട് മുസ്തഫ. അപ്പോൾ ഇതും തള്ളപ്പെടേണ്ടത് തന്നെയല്ലേ എന്നാണ്. ഇവിടെ താലീബുലാഗ ന്യായം എന്ന് പറഞ്ഞിട്ടൊരു ന്യായമുണ്ട്, അതെ, മലയാള ഭാഷയിൽ പ്രയോഗിക്കുന്ന. എന്ന് പറഞ്ഞാൽ ചോറ് വെന്തുകളോ നോക്കൽ എങ്ങനെയാണ്? ഒന്നോ രണ്ടോ വറ്റെടുത്ത് നുള്ളി നോക്കിയിട്ട് ബാക്കിയൊക്കെ വെന്തിട്ടുണ്ട് എന്ന് തീരുമാനിക്കാനുള്ള ചെയ്യാം എന്നതുപോലെയാണ് ഹദീസുകളുടെ കാര്യത്തിൽ. ഇമാം ബുഖാരി കുറേ ഹദീസ് തള്ളിയത് കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചതും തള്ളപ്പെടേണ്ടതാണ്. അത് ദഈഫാണ്, അതുകൊണ്ട് ഇതും ദഈഫാണ്. ഇങ്ങനെയാണോ ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു മേഖലയിൽ കാര്യങ്ങൾ കൈയാളുകയും അതിൽ ചർച്ച നടത്തുകയും ചെയ്യേണ്ടത്? സത്യസന്ധതയും വിവേകവും സൽബുദ്ധിയും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതി ഒരു മനുഷ്യനും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്നിട്ട് മുസ്തഫ പറയണത് ഈ ആളുകൾക്കൊന്നും ഇതൊന്നും പഠിച്ചെടുക്കാൻ ഒരു ജന്മം മാത്രമല്ല, പല ജന്മങ്ങളുടെ പിന്നെ ജന്മം കൊണ്ടാലും സാധ്യമാവുകയില്ല. അപ്പോൾ മുസ്തഫ വിചാരിച്ചത് ലോകത്തുള്ള മനുഷ്യരുടെയൊക്കെ ബുദ്ധിവൈഭവം, അവരുടെ ഓർമ്മശക്തി എന്നൊക്കെ പറഞ്ഞാൽ മുസ്തഫയുടേതുപോലെ തന്നെയാണെന്നാ. അവർക്ക് തനിക്ക് അത്രമാത്രമൊന്നും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള മനപ്പാടാക്കാനുള്ള അല്ലെങ്കിൽ പഠിച്ചെടുക്കാനുള്ള കഴിവില്ല എന്നതുപോലെ തന്നെയാണ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളവരും നിലവിലുള്ളവരും ഇനി വരാനുള്ളവരും ഒക്കെ എന്നാണല്ലോ മുസ്തഫ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നതിൻ്റെ താല്പര്യം. ഇല്ലെങ്കിൽ പല ജന്മങ്ങളെടുത്താലും ബുഖാരിക്ക് അതിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഇവർ പറയുന്ന ബുഖാരി ജീവിച്ചിരുന്നിട്ടുള്ള ചരിത്ര പുരുഷനല്ല എന്ന് വിശ്വസിക്കാനാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി തയ്യാറാവുകയാണ്. ഈ ചരിത്ര വിദ്യാർത്ഥി പറഞ്ഞാൽ മുസ്തഫ മാത്രമേ ഒരു ചരിത്ര വിദ്യാർത്ഥി ഉള്ളൂ. ലോകത്ത് വേറുള്ളവരാരും ചരിത്രം പഠിച്ചിട്ടില്ല എന്നും അവർക്ക് മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള കഴിവുകളെ സംബന്ധിച്ച് മുസ്തഫയെ പോലെ ബോധ്യം വന്നിട്ടില്ല എന്നൊക്കെയാണല്ലോ മുസ്തഫ തൻ്റെ ഈ ദുരഭിമാനത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തി എത്രമാത്രം മികവുറ്റതാണ്. അതിൽ എല്ലാവർക്കും ഒരേ ബുദ്ധിശക്തിയല്ല, ഗ്രാഹ്യശേഷിയല്ല അള്ളാഹു നൽകിയിട്ടുള്ളതെന്ന് ഏത് മനുഷ്യനും അറിയാവുന്നതാണ്. ലോകത്ത് ഏറ്റവും വലിയ ഐക്യമുള്ള ആൾ എന്ന് ഇക്കാലം വരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആൾ ഐൻസ്റ്റീനാണ്. എന്നാൽ ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അടിച്ചാൽ മലയാളത്തിൽ അടിച്ചു കൊടുത്താൽ കിട്ടും ഐക്യുവിൽ മികച്ചു നിൽക്കുന്ന ആളെന്നൊന്ന് അടിച്ചു നോക്കേണ്ടി. എന്നാൽ കേരളീയനായിട്ടുള്ള അജി എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അയാൾ പൂർണ്ണ പേര് പറയില്ല, അജി, നമ്മളെല്ലാവർക്കും അറിയാവുന്ന അജി എന്നാണ് ഈ പറയുന്നത്. അയാളുടെ ഐക്യു എത്രയാണ്? ഐൻസ്റ്റീൻ്റെ ഐക്യുവിനേക്കാൾ 26 പോയിൻ്റ് കൂടുതലാണെന്നാ. ഒരു 10 മൊബൈൽ ഫോണിൻ്റെ അക്കങ്ങൾ, നമ്പറുകൾ ഒന്നിച്ചൊരു ബോർഡിൽ എഴുതിയാൽ അയാൾ കാണിക്കേണ്ടത്. അയാളതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുക പോലും ചെയ്യുന്നില്ല, ഒന്നിങ്ങനെ നോക്കി കണ്ണെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ നമ്പറുകൾ ഒന്നൊയ്യാതെ അയാൾ എണ്ണി പറയുന്നു. എന്നിട്ട് സദസ്യർ കയ്യടിക്കുന്നു. ഒന്നിക്കൽ അയാളിത് നേരത്തെ ഈ രണ്ടാളുകളും, അതായത് ഈ അജി എന്ന് പറയുന്ന ആളും ഇയാളെ ഇതിന് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ള സംഘാടകരും ഒക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഈ നമ്പറൊക്കെ ഞങ്ങൾ പറയും,
താങ്കൾ അതിങ്ങനെ പറഞ്ഞാൽ മതി എന്ന് ഇവർ പിന്നെ മുൻകൂട്ടി എന്ത് ചെയ്യണം, ഒരു തീരുമാനത്തിലെത്തണം. അത്രത്തോളം ഒരു മനുഷ്യരെ വഞ്ചിക്കും എന്ന് വിശ്വസിക്കാൻ പിന്നെ സാധാരണഗതിയിൽ നമ്മൾക്ക് സാധ്യമല്ല. അങ്ങനെയല്ല, അയാൾ ഈ ബുദ്ധിപരമായിട്ടുള്ള കഴിവുള്ള ആളാണെങ്കിൽ ഇതുപോലെ മനുഷ്യർ ലോകത്ത് വേറെ ഉണ്ടാവില്ലേ. മാത്രവുമല്ല, അറബികൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തെ സംബന്ധിച്ച് പഠിച്ചറിയുന്ന ഏതൊരാളെ സംബന്ധിച്ചും ബോധ്യമാവുന്നൊരു സംഗതിയുണ്ട്. അവരൊക്കെ മനഃപ്പാടമാക്കുന്നതിൽ എഴുതിക്കണതിൽ മാത്രമല്ല, രേഖപ്പെടുത്തുന്നതിൽ മാത്രമല്ല, മനഃപ്പാടമാക്കുന്നതിൽ പോലും അവർ മറ്റുള്ളവരെക്കാൾ മുന്നിട്ട് നിന്നിരുന്നു എന്നാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർ പുസ്തകം എഴുതുന്നത് ഏതെങ്കിലും പിന്നെ ലൈബ്രറി പോയിരുന്നായിട്ട് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തായിട്ട് പകർത്തിയായിട്ടല്ല, അവർ മനഃപ്പാടത്തു നിന്ന് എടുത്ത് എഴുതുകയാണ്. എന്നിട്ട് പരിശോധിച്ചാൽ അതിൽ വലിയ തെറ്റൊന്നും കാണാൻ കഴിയില്ലാണല്ലോ. അന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകൾ. ഇതൊക്കെ ലോകത്തുണ്ടായിരിക്കുകയാണ് മുസ്തഫ വലിയ വായിൽ പറയുന്നത്, ബുഖാരി പല ജന്മങ്ങളെടുത്താലും അദ്ദേഹത്തിന് ഇങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരാളുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, പഠിക്കാനുള്ള യോഗ്യത ഇതൊക്കെ മുസ്തഫ തീരുമാനിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഫക്ക് വഹയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ ആളുകൾക്കൊന്നും ബുദ്ധിയില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലായിരുന്നു, അതുകൊണ്ട് താങ്കൾക്ക് ഇവരുടെയൊക്കെ നിരൂപണം നടത്തിയിട്ട് അവരൊക്കെ തള്ളിപ്പറയാം എന്നായിരിക്കണമല്ലോ മുസ്തഫ ഈ പറയുന്നതിന് താല്പര്യം. അപ്പോൾ എന്താണ് താൻ പറയുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു തെളിവുമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയാം എന്നത് മാത്രമേ മുസ്തഫയുടെ ഉദ്ദേശമുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക.